ദീനിന്നടിസ്ഥാന സൂത്രം അഹരന്ന ലോകത്തെ ആദ്യത്തെ വാക്യം തിരുദ്വാഗമോത്തരസോലൊന്നാന്റെ കരുളാറ്റൽ കോമകളായവല്ല സുരലോകറാണിതി ഫാത്തിമാന്റെ ശരപേരും കല്യാണ ചേതി ചൊല്ലാം. മൈലാഞ്ചിയിലെ അത്ഭുതബാലനായ നസീബിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കോഴിക്കോട് കാപ്പാട് സ്വദേശി ആസിഫ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഗിരീഷ് ബാബുവാണ് മൂന്നാമൻ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹറസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹരസൂല്, നേരായ ദീനിൽ കീർത്തിയോതിയ ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ ഒന്നാം സ്ഥാനക്കാരന് അൽമനാമ ഗ്രൂപ്പിന്റെ 8 ലക്ഷം രൂപയുടെ സമ്മാനം MD ഷബീർ, ജനറൽ മാനേജർ ഷാനവാസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. രണ്ടാം സ്ഥാനക്കാരന് മിസ്റ്റർ ലൈറ്റിന്റെ 5 ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാരന് ഗൾഫ് ഗേറ്റിന്റെ 1 ലക്ഷം രൂപയും സമ്മാനമായി നൽകി. ഏഷ്യാനെറ്റിന്റെ ഉപഹാരം ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ ബിന്ദു മേനോൻ സമ്മാനിച്ചു. ഗായകരായ അഫ്സൽ, നജീം അർഷാദ്, മൃദുല വാര്യർ എന്നിവർ പാട്ടുകൾ പാടി. മുത്തേ സത്തേ എന്നു വിളിക്കും കാനൊത്തുരാവ് ഇന്നാണ്, മാരന്റെ കരളില് കുളിര് പകരണ നിക്കാഹുരാവ് ഇന്നാണ്. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാരൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണ് പൊത്തണ ഹാലാണ്, കണ്ണ് പൊത്തണ ഹാലാണ്. സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? വിനോദ് കോവൂരും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റുകളും ചടങ്ങിന് മികവേകി. എന്താണ് ഹിമാറ ഈ ചെയ്തത്? എടി ഹിമാറി, അത് കാക്കയല്ല. അപ്പൊ അത് പിന്നെ അണ്ണാന്റെ കുട്ടിയാണല്ലോ, ഞമ്മക്കറിയാം അത് കാക്കയാണെന്ന്. എടി അത് ബലായുധനാണ്. ഏത് വേലായുധ? നമ്മളെ കേക്കയിലെ ശോഭന്റെ മരിച്ചുപോയ ബലായുധേ. പഠിച്ചോനെ വേലായുധം കാക്കയാ? നമ്മളിന്ന് രാവിലെ വിവരറിഞ്ഞു. നമ്മളിന്ന് രാവിലെ ശോഭന്റെ വീട്ടിൽ പോയപ്പോ ശോഭ പറയും ബലായുധ കാക്കയാണ് പോലെ. ആർന്ന് ചോർന്നുമ്പോ നമ്മൾ അറിയാണ്ട് ഓൻ ആട്ടിപ്പോയി. അതിനാ ശോഭ പെണ്ണ് നമ്മളെ പറയാൻ ബാക്കിയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നെല്ലുന്നപ്പോ ഇജ്ജു ആട്ടി. ഓം പടം നമ്മളിപ്പ എരല് എന്തൊക്കെ ഉപകാരം ഉണ്ടായി ചങ്ങായി. ഒത്തിരി നെല്ല് നിന്ന് അനക്കെന്തേനി കുഴപ്പോ? അയ്യോ, നമ്മളിത് അറിയാണ്ട് ആട്ടിപ്പോയതല്ലേക്കാ. നാദിർ ഷാ, ജുമാന ഖാദ്രി എന്നിവർ അവതാരകരായ പരിപാടിയിൽ കണ്ണൂർ ഷെറീഫ്, ബാപ്പു വെള്ളിപ്പറമ്പ്, സിന്ധു പ്രേംകുമാർ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഏഷ്യാനെറ്റ് റേഡിയോയുടെ 12ാം വാർഷികവും ചടങ്ങിൽ ആഘോഷിച്ചു. പ്രോഗ്രാം ഡയറക്ടർ രമേശ് പയ്യന്നൂരിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗൾഫ് റൗണ്ടപ്പിന്റെ ഇന്നത്തെ